ഗുഡ് മോർണിംഗ്. നമ്മളിന്നൊരു പുതിയ പാഠഭാഗം പഠിക്കുകയാണ്. നോക്കി ഏതാണ് പാഠം 14 ത്യാഗത്തിൻ്റെ പ്രഭാതം. ത്യാഗത്തിൻ്റെ പ്രഭാതമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളുടെ 14ാമത്തെ പാഠഭാഗമാണ്. നമ്മൾ കഴിഞ്ഞത് പഠിച്ചത് ഏതാണ്? 12ാമത്തെ പാഠഭാഗമാണ് നമ്മൾ പഠിച്ചത്, നുണയനും കരടിയും. അതുപോലെ നമ്മളുടെ 13ാമത്തെ നുണയനും കരടിയും 13ാമത്തെ പാഠഭാഗം നമുക്ക് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നുണയനും കരടിയും പാഠഭാഗം? നുണയനും കരടിയും ഈ പാഠഭാഗം എന്താണ് നമുക്ക് കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്കത് പഠിക്കണ്ട, ഓക്കെ. പക്ഷെ സമയം കിട്ടുമ്പോൾ നല്ലൊരു കവിതയാണ്, നിങ്ങൾ വായിച്ചു നോക്കണം അത്. അപ്പോൾ 13ാമത്തെ പാഠഭാഗം നുണയനും കരടിയും നമ്മൾക്ക് ഈ വർഷം പഠിക്കേണ്ടാത്ത പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാം. ത്യാഗത്തിൻ്റെ പ്രഭാവം, ത്യാഗത്തിൻ്റെ പ്രഭാതമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഇത് എന്താണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ അർത്ഥമാക്കുന്നത് നോക്കിക്കേ. നമ്മളുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും, ഇപ്പം നിങ്ങളെപ്പോലുള്ള ഓരോ കുട്ടികൾക്കും എന്താണ് അവരുടേതായിട്ടുള്ള ഒരു സർഗാത്മക ചിന്താഗതിയും വിജ്ഞാനമൊക്കെ അങ്ങനെ എന്താണ് ഈ കുറേ നമ്മൾ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തില്ലേ? അപ്പോൾ അതെന്താണ് നമ്മളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കാര്യങ്ങളാണ്, ആ ഒരു ആർട്ട് ക്രാഫ്റ്റും ഒക്കെയാണ്. അതെന്താണ് അങ്ങനെയുള്ള ആ ഒരു ആർട്ട് ക്രാഫ്റ്റൊക്കെ നമുക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താണ് ചിലപ്പോൾ നമുക്ക് കുറേ കഥകളും കാര്യങ്ങളൊക്കെ അതിനിങ്ങനെ കിട്ടുമായിരിക്കും. നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ കണ്ടായിരിക്കാം ചെയ്യുന്നത്, അല്ലേ? മറ്റുള്ളവരെ കണ്ടാണ്, അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞു തരാൻ വേറെ ആളുണ്ടാകും, അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ചിന്തകളും നമ്മളുടെ കഴിവുകളും എല്ലാം എന്താണ്, ആ ചിന്തകളും കഴിവുകളും എല്ലാം ഉരുത്തിരിഞ്ഞ് വരാൻ വേണ്ടി എന്താണ് പല കാര്യങ്ങളും, പല കഥകളും, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഓരോ എന്താണ് മാർഗങ്ങൾ തെളിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരോട് നോക്കി കുട്ടികളിൽ കൗതുകം ജനിപ്പിക്കുന്നതിനോടൊപ്പം സർഗാത്മക ചിന്തയും വിജ്ഞാനവും പകരുന്ന ഒട്ടേറെ കഥകൾ എല്ലാ നാട്ടിലും പ്രചാരത്തിലുണ്ട്. ജാതക കഥകൾ, പഞ്ചതന്ത്രം കഥകൾ, ഹോജ കഥകൾ, തെന്നാലി രാമൻ കഥകൾ, സെൻ കഥകൾ, 1001 രാവുകൾ, ഐതിഹ്യങ്ങൾ എന്നിവ ഒട്ടേറെ കഥകൾ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണ ശോഭയിൽ പ്രകാശം പരത്തുമ്പോഴാണ് നമ്മുടെ പ്രഭാതം വെട്ടിവിടരുന്നതെന്ന സത്യം ശിഷ്യനെ സെൻഗുരു ബോധ്യപ്പെടുത്തുന്നു. നോക്കിക്കേ, കുട്ടികൾക്ക് എന്താണ് ആ കൗതുകം ജനിപ്പിക്കുന്നതിനോടൊപ്പം ഈ കഥകൾ കേൾക്കുന്നത് എന്താണ് എല്ലാ കുട്ടികൾക്കും താല്പര്യമുള്ളൊരു കാര്യമാണ് കഥകൾ കേൾക്കുന്നത്. ആ കഥകൾ കേൾക്കുന്നതോടൊപ്പം എന്താണ് ജനിക്കുന്നതോടൊപ്പം സന്മാർഗ ചിന്തയും വിജ്ഞാനവും പകരുന്ന ഒട്ടേറെ കഥകൾ എല്ലാ നാട്ടിലും പ്രചാരത്തിലുണ്ട്. ആ ഒരു സന്മാർഗ ചിന്തയും വിജ്ഞാനവും ഒക്കെ പകരുന്ന ഒരുപാട് കഥകൾ പ്രചാരത്തിലുണ്ട്. ജാതക കഥകൾ, പഞ്ചതന്ത്ര കഥകൾ, ഹോജ കഥകൾ, തെന്നാലി രാമൻ കഥകൾ, സെൻ കഥകൾ, 1001 രാവുകൾ, ഐതിഹ്യ കഥകൾ എന്നിങ്ങനെ ഒട്ടേറെ കഥകൾ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണ ശോഭയിൽ പ്രകാശം പരത്തുമ്പോഴാണ് നമ്മുടെ പ്രഭാതം പൊട്ടിവിടരുന്നതെന്ന സത്യം ശിഷ്യൻ സെൻഗുരുവിനെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോഴെന്താണ് സെൻഗുരുവിൻ്റെ ആ ഒരു കഥ? സെൻഗുരു എന്താണ് പറയുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണ ശോഭയിൽ പ്രകാശം പരത്തുമ്പോഴാണ്, എന്താണ് ആ ഒരു പ്രകാശം പരത്തുന്ന സമയത്ത് നമ്മുടെ പ്രഭാതം പൊട്ടിവിടരുന്നതെന്ന് സത്യം ശിഷ്യനെ സെൻഗുരു ബോധ്യപ്പെടുത്തുന്നു. നോക്കിക്കേ, അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്താണ് ആ ഒരു മനുഷ്യത്വം അതിൻ്റെ ആ പ്രഭാശോഭയിൽ പ്രകാശം പരത്തുന്നത് എപ്പോഴാണ്? നമ്മുടെ പ്രഭാതം പൊട്ടിവിടരുന്നതെന്ന സത്യം ആ ഒരു ശിഷ്യനെ സെൻഗുരു ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇരുണ്ടടഞ്ഞ ദിവസങ്ങൾ മതിയോ? പോരാ. അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്കൊരു മനുഷ്യത്വമില്ലേ, ഒരു ഇൻറ്റിമസി, നമ്മളുടെ മനസ്സിലുള്ള ഒരു എന്താണ് സഹജീവികളോടും എല്ലാം ഉള്ള ഒരു സ്നേഹം ഇല്ലേ? എല്ലാവരെയൊക്കെ ശത്രുക്കളായിട്ടാണോ നമ്മൾ കാണുന്നത്? അല്ല. നമ്മളുടെ എല്ലാവരുടെ മനസ്സിൽ എന്താണ് ആ ഒരു നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ എല്ലാത്തിനും നമ്മൾക്ക് ഇഷ്ടമല്ലായിരുന്നോ? ഒരു നിഷ്കളങ്കമായ സ്നേഹമില്ലായിരുന്നോ എല്ലാത്തിൻ്റെയും കൂടെ? ആ ഒരു മനുഷ്യത്വം എന്താണ് സഹജീവികളോടൊരു കരുണ, ഇല്ലാത്തവരെ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് സഹായിക്കുക. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പെൻസിൽ ഇല്ലാതിരുന്ന് എഴുതുന്ന ആളിന് എന്താണ് നിങ്ങളുടെ കയ്യിൽ പെൻസിലുള്ളപ്പോൾ നിങ്ങൾ കൊടുക്കത്തില്ലേ? അതൊരു മനുഷ്യത്വവും കരുണയും അല്ലേ? അതൊരു സ്നേഹമല്ലേ? അങ്ങനെ കൊടുക്കുകയാണ്. അതാണ് ആ ഒരു മനുഷ്യത്വം. അങ്ങനെ എന്താണ് ആ ഒരു മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണ ശോഭയിൽ പ്രകാശം പരത്തുമ്പോഴാണ് നമ്മുടെ പ്രഭാതം പൊട്ടിവിടരുന്നതെന്ന സത്യം ശിഷ്യനെ സെൻഗുരു ബോധ്യപ്പെടുത്തുന്നു. കേട്ടോ?
അടുത്ത നോക്കി വയലാറിൻ്റെ ഒരു കവിതയുടെ 4 വരി കൊടുത്തേക്ക് നോക്കി. സരസ്വതിയാമം കഴിഞ്ഞു ഉഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു വെൺകൊറ്റ കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുയർന്നു. നമ്മുടെ വയലാറിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയുടെ 4 വരിയാണ് ഈ കൊടുത്തേക്കുന്നത്. സരസ്വതിയാമം കഴിഞ്ഞു. സരസ്വതിയാമം എന്താണ്? വെളുപ്പിനെയുള്ള ഓരോ യാമങ്ങളുണ്ടല്ലോ, ഓരോ സമയത്തും ഓരോ യാമങ്ങളുണ്ട്. ആ സരസ്വതിയാമം കഴിഞ്ഞു. പിന്നെ എന്താണ്? ആ ഉഷസ്സിൽ സഹസ്രദളങ്ങൾ വിരിഞ്ഞു. സഹസ്രദളം, ആ ഒരു 1000 ഇതളുകൾ ഇങ്ങനെ വിരിഞ്ഞു വരികയാണ്. വെൺകൊറ്റക്കുട ചൂടും മലയുടെ മടിയിൽ. വെൺകൊറ്റക്കുട അറിയാലോ, വെൺചാമരം. അതെവിടാണ്? മലയുടെ മുകളിൽ വെൺകൊറ്റക്കുട എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? വെള്ള മേഘങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, വെള്ളി മേഘങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ മലയുടെ മടിയിൽ എന്താണ്? ആ വെളിച്ചം ചിറകടിച്ചുയർന്നു പോവുകയാണ്. സൂര്യൻ പ്രഭാതം ഉദിച്ച് വരികയാണ്. മലമുകളിൽ നിന്നും പ്രഭാതം ഉദിച്ച് ഉദയസൂര്യൻ ഇങ്ങനെ വരുന്നതാണ് പറയുന്നത് കവി. നോക്കിയ മക്കളെ, അപ്പോഴെന്താണ്? ആ കുട്ടികളിൽ കൗതുകം ജനിപ്പിക്കുന്നതോടൊപ്പം സന്മാർഗ ചിന്തയും വിജ്ഞാനവും പകരുന്ന ഒട്ടേറെ കഥകൾ എല്ലാ നാട്ടിലും പ്രചാരത്തിലുണ്ട്. ജാതക കഥകൾ, പഞ്ചതന്ത്രം കഥകൾ, ഹോജ കഥകൾ, തെന്നാലി രാമൻ കഥകൾ, സെൻ കഥകൾ, 1001 രാവുകൾ, ഐതിഹ്യ കഥകൾ എന്നിങ്ങനെ ഒട്ടേറെ കഥകളുണ്ട്. നമ്മൾ തെന്നാലി രാമൻ കഥകൾ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ ടി വിയിൽ ഏതോ ഒരു ചാനലിനകത്ത് തെന്നാലി രാമൻ സീരിയൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കാർട്ടൂൺ മോഡല്. അപ്പോൾ അത് കണ്ടവർക്ക് കുറേ തെന്നാലി രാമൻ കഥകളൊക്കെ അറിയില്ലേ? അതുപോലെ 1001 രാവുകൾ, അത് അറബിക് കഥകളാണ്. 1001 രാവുകൾ അറബി നാട്ടിൽ നടന്ന കഥകളാണ്. പിന്നെ ഒരുപാട് ഐതിഹ്യ കഥകളുണ്ട്, പഞ്ചതന്ത്ര കഥകളുണ്ട്, ജാതക കഥകളുണ്ട്. ഇതൊക്കെ എന്താണ്? പണ്ട് കാലം തൊട്ട് തന്നെ ആളുകൾ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കഥകളാണ് ഈ പഞ്ചതന്ത്ര കഥയും തെന്നാലി രാമൻ കഥയും സെൻ കഥയും എല്ലാം. അപ്പോഴെന്താണ്? ആ ജീവിതം എന്താണെന്ന് പറയുന്നത്? ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണ്? മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണ ശോഭയിൽ പ്രകാശം പരത്തുമ്പോഴാണ് നമ്മുടെ പ്രഭാതം പൊട്ടിവിടരുന്നതെന്ന സത്യം ശിഷ്യൻ ഗുരുവിനെ ബോധ്യപ്പെടുത്തുന്നു. എന്താണ്? ആ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണ്? അത് മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണ ശോഭയിൽ പ്രകാശം പരത്തുമ്പോഴാണ്, മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ശോഭയിൽ പ്രകാശം പരത്തുമ്പോഴാണ് നമ്മുടെ പ്രഭാതം പൊട്ടിവിടരുന്നതെന്ന സത്യം ശിഷ്യൻ സെൻ ഗുരുവിനെ ബോധ്യപ്പെടുത്തുന്നു. നോക്കിയ മക്കളെ, പാഠഭാഗം ശ്രദ്ധിച്ചേ. സെൻ ഗുരു നടക്കാനിറങ്ങി, ശിഷ്യന്മാരും ഒപ്പം കൂടി. മൗനം തീർത്ത ധ്യാന വഴികൾ പാതയേറെ പിന്നിട്ടപ്പോൾ ഗുരുവൊന്നു തിരിഞ്ഞു. ശിഷ്യന്മാരോടൊരു ചോദ്യം. എന്താണ്? സെൻ ഗുരു എന്താണ്? നടക്കാനിറങ്ങിയതാണ്. ഈവനിങ് വാക്ക് ആയിരിക്കാം, അതോ ഒരു മോർണിംഗ് വാക്ക് ആയിരുന്നു, അല്ലേ? നോക്കാം ഏത് വാക്കായിരുന്നു. അപ്പോഴെന്താണ്? ആ ശിഷ്യന്മാരും, അപ്പോൾ അദ്ദേഹം നടക്കാനിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ശിഷ്യന്മാരും കയറി. പിന്നെന്താണ്? ആ ഒരു മൗനം തീർത്ത ധ്യാന വഴികൾ, മിണ്ടാതെ എന്താണ്? സെൻ ഗുരു ആണെങ്കിൽ തന്നെ നമ്മളുടെ ഋഷിമാരാണെങ്കിൽ തന്നെ എന്താണ്? നിങ്ങളുടെ പോലെ ബഹളം വെച്ച് അലച്ച് നടക്കുമൊന്നുമല്ലല്ലോ, അല്ലേ? അവർ സൈലൻ്റായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ആ മൗനം തീർത്ത ധ്യാന വഴികൾ, മിണ്ടാതെ ആ നടന്ന് പോകുകയാണ്. ആ മൗനമാണെന്ന് വെച്ചാൽ നിശബ്ദമായിട്ട്, അല്ലെങ്കിൽ എന്താ, സംസാരിക്കാതിരിക്കുന്നതിനെ നമ്മൾ മൗനം എന്ന് പറയുന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴെന്താണ്? ആ പാത ഏറെ പിന്നിട്ടപ്പോൾ, ആ വഴി കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ എന്താണ്? ഗുരു ഒന്ന് തിരിഞ്ഞു നോക്കി, തിരിച്ചൊന്ന് പുറമോട്ടൊന്ന് നോക്കി, തിരിഞ്ഞു നോക്കി. ശിഷ്യന്മാരോടൊരു ചോദ്യം. എന്നിട്ട് ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുന്നു. എപ്പോഴാണ് പുലരിയാവുന്നത്? കണ്ടോ? എന്താണ് ചോദിക്കുന്നത്? എപ്പോഴാണ് പുലരിയാകുന്നത്, പ്രഭാതമാകുന്നത് എപ്പോഴാണെന്നാണ്, നേരം വെളുക്കുന്നത് എപ്പോഴാണെന്നാണ് സെൻ ഗുരു ചോദിക്കുന്നത്. ചോദ്യത്തിൻ്റെ കാഠിന്യമോ അതോ നിസാരതയോ ശിഷ്യന്മാരുടെ മിഴികൾ തമ്മിൽ ഉടക്കി. ആ ഒരു ചോദ്യം ചോദിക്കാനുള്ള ആ ഒരു കാഠിന്യം, അത്ര ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. കഠിനമായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ നിസ്സാരമാണ് നമുക്ക് തോന്നിയത്. എന്താണ്? അദ്ദേഹം ചോദിച്ചത് വളരെ കഠിനമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതോ നിസ്സാരതയായിട്ടുള്ളൊരു കാര്യം. എപ്പോഴാണ് പുലരുന്നതെന്നുള്ള കാര്യം എന്താ അറിയത്തില്ലേ, അല്ലേ? നമുക്കാണെങ്കിലും നമുക്കാണെങ്കിലും പെട്ടെന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? എപ്പോഴാണ് പുലരിയാകുന്നത് നമുക്കറിയാവുന്നതാണ്. ചോദ്യത്തിൻ്റെ കാഠിന്യമോ അതോ നിസ്സാരതയോ ശിഷ്യന്മാരുടെ മിഴികൾ തമ്മിൽ ഉടക്കി. ശിഷ്യന്മാരുടെ കണ്ണുകൾ തമ്മിൽ എന്താണ്? ഉടക്കി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. പെട്ടെന്ന് അവരിൽ ഒരു ശിഷ്യന്റെ മിഴികളിൽ പ്രകാശത്തിന്റെ കനൽ തെളിഞ്ഞു. എന്നിട്ട് എന്താണ്? വേഗം ആ സമയത്ത് എന്താണ്?
ദർശനം കിട്ടി. അതാണ് കണ്ണുകളിൽ ആ ഒരു തിളക്കം വന്നത്. എന്നിട്ട് എന്താണ് അദ്ദേഹം ഉത്സാഹത്തോടെ ഒഴിഞ്ഞു, വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. എപ്പോഴാണ് നോക്കിക്കേ, ആടിനെ പട്ടിയിൽ നിന്നും വേർതിരിച്ചറിയാൻ കാലമാകുമ്പോൾ. അതിന്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞ് ശ്രദ്ധിച്ച ആ ശിഷ്യൻ പറഞ്ഞ ഉത്തരം എന്താണ്? ആടിനെ പട്ടിയിൽ നിന്നും വേർതിരിച്ചറിയാൻ കാലമാകുമ്പോഴാണ്. നിങ്ങൾ ആടിന്റെ പട്ടിയുടെ കഥ പഠിച്ചിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിൽ കാണാൻ പഠിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു അറിയാമോ? ആർക്കാമെങ്കിലും ഒരു മോനെ എന്ത് ചെയ്യുന്നു അറിയാമോ? ഒരു മോനെ എന്താണ് അമ്മയും അച്ഛനും ഒറ്റ മോനേ ഉള്ളൂ കേട്ടോ. ആ മോനെ വീട്ടിന് വെളിയിൽ എങ്ങും വിടാതെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് മോന് സാധിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ഒന്ന് വീട്ടിന് പുറത്തോട്ട് പോയി ഒരു സാധനം വാങ്ങിക്കാനോ കടയിൽ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കാൻ പോലും വിടത്തില്ല. ആ ചോക്ലേറ്റ് വേണമെന്ന് പറയുമ്പോൾ ഉടനെ അച്ഛനും അമ്മയും വാങ്ങിക്കൊണ്ട് കൊടുക്കും. അങ്ങനെ വീടിൻ്റെ പുറം ഭാഗമായിട്ടൊന്നും അങ്ങനെ ഒരു സഹകരണവും ഇല്ല. അപ്പോഴെന്താണ് വളർന്നു ഏകദേശം ഒരു 10-12 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ഈ കുട്ടിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. എന്താണ്? എനിക്കൊന്ന് വീട്ടിൽ നിന്നും പുറത്തു പോകണം, എനിക്കൊന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകണം. എപ്പോഴും ഈ വീട്ടിനകത്ത് അടച്ചിട്ടിരുന്ന് എനിക്ക് എന്താണ് ഒന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നില്ല. എനിക്ക് ഈ വീട്ടിനകത്തു നിന്നൊന്ന് പുറത്തു പോകണമെന്ന് പറയുന്നു. അപ്പോഴെന്ത് ചെയ്യും? അപ്പോഴെന്താണ് അമ്മയും അച്ഛനും വിടത്തില്ല. അയ്യോ മോനെ, നീ കുഞ്ഞാണ്, നീ പുറത്ത് പോകണ്ട, അങ്ങനെ അമ്മക്ക് പറഞ്ഞിട്ട് ഒരേ റീസൺസ് പറഞ്ഞ് ഈ കൊച്ചിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എന്താണ് ആ കുട്ടിയുടെ അമ്മാവൻ അങ്കിള് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേന് എന്താണ് ഇവൻ ചെന്ന് പറഞ്ഞു, അമ്മാവ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊന്ന് പുറത്ത് പോകണം, എനിക്ക് ചന്തയിലൊന്ന് പോകണം, മാർക്കറ്റിൽ ഒന്ന് പോകണം, എനിക്ക് ചന്ത കാണാനുള്ളൊരാഗ്രഹമുണ്ട്, എനിക്കൊന്ന് പോകണമെന്ന് പറയുമ്പോഴത്തേന് എന്താണ് അമ്മാവൻ എന്ത് ചെയ്യും? എങ്കിൽ ശരി മോനെ, നീ പോയിട്ട് വന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ, ഒരു വഴിക്ക് പോകല്ലേ, അപ്പോൾ കാണുന്ന ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിക്കാൻ പൈസ വേണ്ടേ? അപ്പോഴെന്താണ് സന്തോഷത്തിന് കുറച്ച് രൂപയും എടുത്ത് ആ പയ്യൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടു. അപ്പോഴവൻ ഭയങ്കര സന്തോഷത്തോടു കൂടി എന്താണ് ആദ്യമായിട്ടാണ് വീട്ടിന് പുറത്തിറങ്ങുന്നത്, ഒരു കാര്യത്തിന് എങ്ങും പോയിട്ടില്ല. അപ്പോൾ സന്തോഷത്തോടു കൂടി ആ പൈസയുമായിട്ട് അവൻ എന്ത് ചെയ്തു? ചന്തയിൽ പോയി. അങ്ങനെ ചന്തയിൽ ചെന്നപ്പോൾ എന്താണ് ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു ആട്ടുകുട്ടി നിൽക്കുന്നു അവിടെ. ഒരു ആട്ടുകുട്ടി നിൽക്കുന്നു അവിടെ, സുന്ദരിയായിട്ടുള്ള ഒരു ആട്ടുകുട്ടി നിൽക്കുന്നു. അപ്പോഴെന്താണ് ആ ആട്ടുകുട്ടിയെ വിൽക്കാൻ നിർത്തിയിരിക്കുകയാണ് കേട്ടോ, ചന്തയിൽ വിൽക്കാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോഴെന്താണ് ഇവന് ആട്ടുകുട്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ ആ ആട്ടുകുട്ടിയെ വിൽക്കാൻ കൊണ്ടുവന്ന ആള് പറഞ്ഞ വില കൊടുത്ത് പേശാനൊന്നും നിന്നില്ല, അല്ലെങ്കിൽ ഏതോ 50 രൂപ കുറച്ച് രൂപ 100 രൂപ കുറച്ച് രൂപ ഒന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞ വില പൈസ കൊടുത്തിട്ട് ഈ ആട്ടുകുട്ടിയെ ഇവരിങ്ങ് വാങ്ങിച്ചു. ആട്ടുകുട്ടിയെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു? അപ്പോൾ ആട്ടുകുട്ടിയെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആട്ടിന് പുതിയൊരാളുടെ കൊടുക്കുമ്പോൾ ആട്ടുകുട്ടി നടന്നു പോകത്തില്ലല്ലോ. അവസാനം ഇവ എന്ത് ചെയ്തു? ആട്ടുകുട്ടി എടുത്ത് തലയിൽ ഇങ്ങനെ തോളയിൽ വെച്ചുകൊണ്ട് റോഡേ നടന്നു വരികയാണ്. അപ്പോൾ ഈ ഒരു നല്ല സുന്ദരി ആട്ടുകുട്ടിയെ വാങ്ങിക്കുന്നത് കണ്ടപ്പോഴേക്കും എന്താണ് അവിടെ നിന്ന് കുറേ കള്ളന്മാർ കൂടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്ലാൻ ചെയ്തു ഇവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ ആട്ടുകുട്ടിയെ തട്ടിയെടുക്കണമെന്ന് പ്ലാൻ ചെയ്തു. എന്നിട്ട് എന്താണ് ഇവൻ്റെ വീടെത്തുന്നതിൻ്റെ പല ഭാഗത്തും കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞിട്ട് എന്താണ് ഇവനെ കാണുമ്പോൾ ആദ്യം നിന്ന് ആണ് ചോദിക്കും, ആഹാ നീ ഇതെവിടെ പോവാ, ഇതെന്താ തോളിലിരിക്കുന്ന പട്ടിക്കുട്ടിയാണോ, നല്ല പട്ടിക്കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി വിട്ടു. അങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് ഇരുന്നപ്പോൾ അടുത്ത ബാക്കി കള്ളന്മാർ നിൽക്കും. അവൻ ചോദിക്കുന്നു, എന്താണ് നീ ഇതിനെ പട്ടിയെ ചുമന്ന് എവിടെ പോവാ, നിന്റെ തലയിൽ എന്താ പട്ടിക്കുട്ടിയാണോ ഇരിക്കുന്നത്, കൊള്ളാലോ നല്ല പട്ടിക്കുട്ടിയാണല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സ്ഥലത്തെത്തുമ്പോഴും ഇവരുടെ കൂട്ടുകാർ തന്നെയാണ്, ഈ കള്ളന്മാരുടെ കൂട്ടുകാർ തന്നെ നിന്ന് ചോദിക്കുകയാണ്, ഈ പട്ടിയെ കൊണ്ട് നീ എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിക്കുകയാണ്. അവസാനം എന്താണ് ഇവൻ്റെ വീടിനടുത്ത് എത്താറായപ്പോഴേക്കും വീണ്ടും മറ്റുള്ളവർ കളിയാക്കുകയാണ്, നീ പട്ടിയെ ചുമന്നുകൊണ്ട് ഇത് എവിടെ പോകുകയെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവന് ഈ ആദ്യം ചോദിക്കുമ്പോൾ ദൈവമേ ഞാൻ ആടെന്ന് പറഞ്ഞ് വാങ്ങിച്ചത് പട്ടിയാണോ അല്ലേ, ആടെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ച പട്ടിയാണോ, എന്നെ പറ്റിച്ചതാണോ, ഇത് പട്ടിയാണോ എൻ്റെ തലയിൽ ഇരിക്കുന്നത്, ഞാൻ എടുത്തോണ്ട് പോകുന്ന പട്ടിക്കുട്ടിയാണോ എന്നിങ്ങനെ ഇവന് സംശയമായി പോയി. അങ്ങനെ അവസാനം എല്ലാവരും ചോദിച്ചു വന്നപ്പോഴത്തേന് അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ ആ പറഞ്ഞ വില കൊടുത്ത് ഞാൻ പട്ടിയെ വാങ്ങിച്ചാണല്ലോ ഈ ചുമന്നുകൊണ്ട് പോകുന്നതെന്നുള്ള ചിന്ത ആ ബാലന് വന്നു. അപ്പോഴെന്ത് ചെയ്തു? ഇപ്പം കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് വീടിനടുത്ത് എത്താറായപ്പോഴാണ് ഈ തോളിൽ വെച്ചുകൊണ്ട് പോയ ആടിനെ അങ്ങ് ഇറക്കി വിട്ടു, കളഞ്ഞു. പട്ടിയില്ലേ കോട്ടയെന്ന് വിചാരിച്ച് അതിനെ അങ്ങ് കളഞ്ഞു. അപ്പോഴെന്താണ് ഈ കള്ളന്മാർ ആടിനെ എടുത്തുകൊണ്ടാണ് പോയി. അപ്പോഴെന്താണ് ഇവനെ എങ്ങനെയാണ് പറ്റിക്കാൻ പറ്റിയത്? ഇവൻ അത്രയും നാൾ വീട്ടിനകത്ത് അടച്ചിട്ടിരുന്നിട്ട് ആടിനെയും പട്ടിയെയും പോലും തിരിച്ചറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലേക്ക് ആയിപ്പോയി. അപ്പം നമ്മളാണെങ്കിൽ തന്നെ എന്താണ് നമുക്ക് ചുറ്റുവട്ടമുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ച് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ആടല്ല പട്ടിയാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രകൃതി എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറ്റൂ.
അല്ലേ? അതുകൊണ്ട് ആ കുഞ്ഞിനെ പോലെ നമുക്ക് ആർക്കും അബദ്ധങ്ങൾ പറ്റരുത്. അപ്പോൾ ഇതിനകത്ത് ശിഷ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം കണ്ടോ? എപ്പോഴാണ് പുലരിയാകുന്നത് എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്? ആ ആടിനെയും പട്ടിയിൽ നിന്നും വേർതിരിച്ചറിയാൻ കാലമാകുമ്പോൾ. അപ്പോൾ ആടിനെയും പട്ടിയെയും തമ്മിൽ വേർതിരിച്ചറിയാൻ കാലമാകുമ്പോഴാണ് പുലരി ആകുന്നത്. ശിഷ്യന്റെ മറുപടി കേട്ടിട്ടും തെളിയാത്ത ഗുരുമുഖം മറ്റൊരുത്തരം തേടി. അപ്പോൾ ആ ശിഷ്യന്റെ ആ ഒരു മറുപടി കേട്ടിട്ടും തെളിയാത്ത ആ ഗുരുമുഖം മറ്റൊരുത്തരം തേടി. ആ സമയം മറ്റൊരു ശിഷ്യൻ മെല്ലെ പറഞ്ഞു. അപ്പോഴെന്താണ്? ആ ഗുരുവിന്റെ ശിഷ്യന്റെ മറുപടി കേട്ടിട്ട് അദ്ദേഹത്തിന്റെ മുഖം തെളിയാത്ത ഒരു ഗുരുമുഖം എന്താണ്? ആ മറ്റൊരു ഉത്തരം തേടി. അപ്പോഴെന്താണ്? ഗുരുവിന് മറ്റൊരാളിൽ നിന്ന് വേറൊരു ഉത്തരം കേൾക്കണം. അതാണ് ആ ഒരു ഗുരുമുഖം മറ്റൊരു ഉത്തരം തേടിയത്. ആ സമയം മറ്റൊരു ശിഷ്യൻ മെല്ലെ പറഞ്ഞു. ആ സമയത്ത് മറ്റൊരു ശിഷ്യൻ എന്താണ്? മെല്ലെ പറഞ്ഞു. വെള്ളരിക്കയെ കുമ്പളങ്ങയിൽ നിന്നും വേർതിരിച്ചറിയാൻ മാത്രം തെളിച്ചമുണ്ടാകുമ്പോൾ. എപ്പോഴാണ്? വെള്ളരിക്കയെ കുമ്പളങ്ങയിൽ നിന്നും വേർതിരിച്ചറിയാൻ മാത്രം തെളിച്ചമുണ്ടാകുമ്പോൾ. അപ്പോൾ ആടിനെ പട്ടിയൊന്നും തിരിച്ചറിയേണ്ട കാര്യമില്ല. എന്താണ്? വെള്ളരിക്ക അറിയാൻ നമ്മൾ കുക്കുംബർ. ആ വെള്ളരിക്കയെ കുമ്പളങ്ങയിൽ നിന്നും, ആഷ്കാട് കുമ്പളങ്ങ, ആ കുമ്പളങ്ങയിൽ നിന്നും വേർതിരിച്ച് അറിയാൻ മാത്രം തെളിച്ചമുണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നേരം പുലരുന്നത്. കണ്ടോ? ആ ഒരു വെളിച്ചം ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും പുലരിയാകുന്നത്. ആ ഉത്തരവും ഗുരുവിനെ തൃപ്തനാക്കിയില്ല. അപ്പോൾ ആ ഒരു ഉത്തരവും ഗുരുവിനൊരു സന്തോഷവും തോന്നിയില്ല. വീണ്ടും തുടർന്ന നിശബ്ദതയെ ഭേദിച്ച് മറ്റൊരു ശിഷ്യന്റെ ഉത്തരം വന്നു. അപ്പോഴെന്താണ്? വീണ്ടും തുടർന്ന നിശബ്ദത. വീണ്ടും ബാക്കി എല്ലാവരും മൗനമായിട്ടിരിക്കുന്ന സമയത്ത് ആ മൗനത്തെ ഭേദിച്ച് മറ്റൊരു ശിഷ്യന്റെ ഉത്തരം വന്നു. സൂചിയും മുട്ടുസൂചിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുമ്പോൾ. എന്താണ്? ഒരു സൂചിയും മുട്ടുസൂചിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുമ്പോൾ. എന്താണ് വ്യത്യാസം? സൂചി നമ്മളൊരു പക്ഷേ തയ്യൽ സൂചിയാണെങ്കിൽ അതിനകത്ത് നൂല് കോർക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. മുട്ടുസൂചിയുടെ ഉപയോഗം എന്താണ്? മുട്ടുസൂചി നമ്മൾ പേപ്പറിനകത്ത് കുത്തിവെക്കുന്ന സംഭവമാണ് മുട്ടുസൂചി. അപ്പോൾ ആ ഒരു സൂചിയും മുട്ടുസൂചിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുമ്പോൾ. കൂടുതൽ പണ്ഡിത വചനങ്ങളെ സ്വാഗതം ചെയ്യാതെ സെൻഗുരു ഒഴിഞ്ഞു. അപ്പോഴെന്താണ്? വീണ്ടും ഇങ്ങനെയുള്ള ശിഷ്യന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഇങ്ങനെയുള്ള മന്ദബുദ്ധി ആൻസറുകൾക്ക് അതിനെ സ്വാഗതം ചെയ്യാതെ സെൻഗുരു ഒഴിഞ്ഞു. അടുത്തു നിൽക്കുന്ന വ്യക്തിയുടെ കണ്ണുകളിൽ നോക്കി ആത്മാർത്ഥമായി സഹോദര, സഹോദരി എന്ന് വിളിക്കാൻ നിന്റെ കണ്ണുകളിൽ വെളിച്ചം ഉണ്ടാകുമ്പോൾ നിന്റെ പ്രഭാതം ഉദിച്ചു എന്നറിയുക. എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി? നോക്കിക്കുക. എന്താണ്? ആ അടുത്തു നിൽക്കുന്ന വ്യക്തികളുടെ കണ്ണുകളിൽ നോക്കി, നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ ആണെങ്കിലും നമ്മളുടെ പരിചയക്കാരുടെ ആണെങ്കിലും ആ വ്യക്തികളുടെ കണ്ണുകളിൽ നോക്കിയിട്ട് എന്താണ്? ആത്മാർത്ഥമായിട്ട്, സിൻസിയറായിട്ട് സഹോദര, സഹോദരി എന്ന് വിളിക്കാൻ നിന്റെ കണ്ണുകളിൽ വെളിച്ചം ഉണ്ടാകുമ്പോൾ നിന്റെ പ്രഭാതം ഉദിച്ചു എന്ന് അറിയുക. എന്താണ് പറയുന്നത്? നിന്റെ ആ ഒരു സഹോദര, സഹോദരി എന്ന് വിളിക്കാൻ നിന്റെ കണ്ണുകളിൽ വെളിച്ചമുണ്ടാകുമ്പോൾ നിന്റെ പ്രഭാതം ഉദിച്ചു എന്നറിയുക. ഗുരുവും ശിഷ്യനും യാത്ര തുടർന്നു. അവർക്കിടയിൽ പിന്നെയും അർത്ഥഗർഭമായ മൗനം അകമ്പടിയായി. എന്താണ്? ഗുരുവും ശിഷ്യനും എന്താണ്? ശിഷ്യനും യാത്ര തുടർന്നു. അവർ വീണ്ടും സഞ്ചരിക്കുകയാണ്. ആ യാത്ര തുടർന്നു. അപ്പോഴെന്താണ്? അവർക്കിടയിൽ എന്താണ്? പിന്നെയും അർത്ഥഗർഭമായ മൗനം അകമ്പടിയായി. അവർ വീണ്ടും യാത്ര തുടർന്നതാണ്. വീണ്ടും അവർക്കിടയിൽ എന്താണ്? മൗനം അകമ്പടിയായി. എപ്പോഴാണ് പുലരിയാകുന്നത്? സെൻഗുരുവിന്റെ ചോദ്യം വീണ്ടും മൗനമായി ചോദിക്കാം നമ്മോട് തന്നെ. എന്താണ്? വീണ്ടും സെൻഗുരു ചോദിക്കുകയാണ്, എപ്പോഴാണ് പുലരിയാകുന്നത്? സെൻഗുരുവിന്റെ ചോദ്യം വീണ്ടും മൗനമായി ചോദിക്കാം നമ്മോട് തന്നെ. അപ്പോൾ നമ്മോട് തന്നെ നമുക്കും ചോദിക്കാവുന്നതാണ്, എപ്പോഴാണ് പുലരിയാകുന്നത്? ഗുരു പറഞ്ഞ ഉത്തരം നമുക്ക് ഇണങ്ങുമോ? ആ ഗുരു പറഞ്ഞ ഉത്തരം നമുക്ക് പറഞ്ഞാൽ അത് ഇണങ്ങുന്നതാണോ? സമീപത്തുള്ള സഹോദരനെ കാണാൻ കണ്ണുകളിൽ വെളിച്ചമില്ലാത്തവനും ദൈവദർശനം അസാധ്യമാണെന്നല്ലേ ഗുരുമൊഴിയുടെ സാരം. എന്താണ് ഗുരു പറഞ്ഞത്? ഗുരു പറഞ്ഞ ഉത്തരം എന്താണ്? നമുക്ക് ഇണങ്ങുമോ? അത് ശരിയായിട്ടുള്ള ഉത്തരമാണോ? സമീപത്തുള്ള സഹോദരനെ കാണാൻ കണ്ണുകളിൽ വെളിച്ചമില്ലാത്തവന് ദൈവദർശനം അസാധ്യമാണെന്നല്ലേ ഗുരുമൊഴിയുടെ സാരം. എന്താണ് ആ ഗുരു പറഞ്ഞ ഉത്തരം? എന്താണ്? സമീപത്തുള്ള സഹോദരനെ കാണാൻ, അടുത്തുള്ള സഹോദരനെ കാണാൻ വേണ്ടിയിട്ട് ആ കണ്ണുകളിൽ വെളിച്ചമില്ലാത്തവനും ദൈവദർശനം അസാധ്യമാണെന്നല്ലേ ഗുരുമൊഴിയുടെ സാരം. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ രക്ഷികളില്ലാത്തോ? കണ്ടോ? അടുത്തു നിൽപ്പോരനുജനെ, അടുത്തു നിൽക്കുന്ന ഒരു അനുജനെ നോക്കാൻ, അവനെ കാണാൻ, അവനെ ശ്രദ്ധിക്കാൻ
അക്ഷികൾ എന്താണോ? അക്ഷി നമ്മുടെ കണ്ണാണ് അക്ഷി. അക്ഷികൾ ഇല്ലാത്തവർക്ക് രൂപൻ ഈശ്വരൻ അദൃശ്യനായി അതിലെന്ത് ആശ്ചര്യം എന്നല്ലേ കവിവചനം. എന്താണ്? ആ അടുത്തു നിൽക്കുന്ന അനുജനെ നോക്കാൻ അക്ഷികൾ ഇല്ലാത്തവർക്ക് രൂപൻ ഈശ്വരൻ അദൃശ്യനായതിലെന്ത് ആശ്ചര്യം എന്നല്ലേ കവിവചനം. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനെ നോക്കാൻ കണ്ണുകളില്ലാത്തവർക്ക് എന്തിനാണ് അവരുടെ മുമ്പിൽ ഈശ്വരൻ എങ്ങനെയാണ് ദൃശ്യമാകുന്നത്? അതിലെന്താണ് അത്ഭുതമുള്ളത്? ദൃശ്യമാകാതിരിക്കുന്നത് എന്തല്ലേ? എന്താണ് അതിനകത്ത് എന്നാണ് കവിവചനം. അപ്പോൾ ഈശ്വരൻ നമ്മളുടെ തൊട്ട് കൂടെ നിൽക്കുന്ന സഹോദരനെ നോക്കാൻ കണ്ണുകളില്ലാത്ത അവരുടെ മുമ്പിൽ പിന്നെ ഈശ്വരൻ ഒരിക്കലും പ്രത്യക്ഷനാകത്തില്ല അതിനകത്ത് എന്നാണ് കവിവചനം. എങ്കിൽ സഹോദര, ഈശ്വര വഴിക്ക് നിനക്കിനി എത്ര ദൂരമുണ്ട്? മഹാബലിയും സുഭിക്ഷമായ രാജ്യവും മാനവ മനസ്സിന്റെ സ്വപ്നമാണ്. ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിയില്ലേ? കഴിയും. ഓരോ വ്യക്തിക്കും എനിക്ക് സ്വന്തം സഹോദരനാണെന്ന് തിരിച്ചറിയാനാകുമ്പോൾ എന്താണ്? ഓരോ വ്യക്തിയും എന്താണ്? എങ്കിൽ സഹോദര, ഈശ്വര വഴിയിലേക്ക് നമുക്കിനി എത്ര ദൂരമുണ്ട്? നമുക്ക് ആ ഈശ്വരൻ്റെ അടുത്തെത്താൻ വേണ്ടി നമുക്കിനി എത്ര ദൂരമാണുള്ളത്? മഹാബലിയും സുഭിക്ഷമായ രാജ്യവും മാനവ മനസ്സിന്റെ സ്വപ്നമാണ്. ആ ഈശ്വര എന്താണ്? സുഭിക്ഷമായ രാജ്യവും മഹാബലി നാടുമാടിരുന്ന സമയത്ത് എന്താണ്? എല്ലാവരും നമ്മൾ ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, മാവേലി നാടുമാടിരുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അല്ലേ? എല്ലാ ആളുകളെയും ഒരുപോലെ ആയിരുന്നു കണ്ടിരുന്നത്. പിന്നെന്താണ്? കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളാമില്ല, പൊളിവചനം. അതുകൊണ്ട് എന്താണ്? ആരും ആരെയും ചതിക്കത്തില്ല. ആ ഒരു കള്ളവാക്കുകൾ, കള്ളപ്പറച്ചിലൊന്നും ഇല്ല. ആ ഒരു സമയം ആകാൻ വേണ്ടിയിട്ട് എന്താണ്? എല്ലാവരും മഹാബലിയും സുഭിക്ഷമായ രാജ്യവും മാനവ മനസ്സിന്റെ സ്വപ്നമാണ്. ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിയില്ലേ? ഈ സ്വപ്നത്തിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമുക്ക് കഴിയില്ലേ? കഴിയും. ഓരോ വ്യക്തിയും എനിക്ക് സ്വന്തം സഹോദരനാണെന്ന് തിരിച്ചറിയാനാകുമ്പോൾ എന്താണ്? ഓരോ വ്യക്തികളും എനിക്ക് സ്വന്തം സഹോദരനാണെന്ന് തിരിച്ചറിയാനാകുമ്പോഴാണ് എനിക്കത് സാധിക്കുന്നത്, എനിക്കത് കഴിയുന്നത്. നോക്കിയേ. എങ്കിൽ സഹോദര, ഈശ്വര വഴിക്ക് നിനക്കിനി എത്ര ദൂരമുണ്ട്? മഹാബലിയും സുഭിക്ഷമായ രാജ്യവും മാനവ മനസ്സിന്റെ സ്വപ്നമാണ്. ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് കഴിയില്ലേ? കഴിയും. ഓരോ വ്യക്തിയും എനിക്ക് സ്വന്തം സഹോദരനാണെന്ന് തിരിച്ചറിയാനാകുമ്പോൾ. ഒരിക്കൽ ഗീതയുടെ അർത്ഥമെന്തെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു ശിഷ്യൻ ചോദിച്ചു. ഗുരു പറഞ്ഞു, ആ പാദം തിരിച്ചിട്ടാൽ മതി. എന്താണ്? ആ ഒരു പദം തിരിച്ചിട്ടാൽ മതി. എന്താണ്? ഒരു ഗീതയുടെ അർത്ഥം എന്താണെന്ന് ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു ശിഷ്യൻ ചോദിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആരുടെ ഗുരുവാണെന്ന് അറിയാമോ? നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അപ്പോഴെന്താണ്? ആ ഗീതയുടെ അർത്ഥം എന്താണെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്. അപ്പോഴെന്താണ് ഗുരു പറഞ്ഞത്? ആ ഒരു പദം തിരിച്ചിട്ടാൽ മതി. ത്യാഗി എന്നതിന് ത്യാഗം എന്ന അർത്ഥം. ത്യാഗി എന്നതിന് എന്താണ്? ത്യാഗി എന്നാണ്, ത്യാഗം എന്നാണ് അർത്ഥം. ഭാരത സംസ്കാരം ഉദ്ഘോഷിക്കുന്നതും ത്യാഗത്തിന്റെ മഹത്വം തന്നെ. ഭാരത സംസ്കാരം എന്താണ്? ഭാരത സംസ്കാരം ഉദ്ഘോഷിക്കുന്നതും ത്യാഗത്തിന്റെ മഹത്വം തന്നെ. കേവലം ഒരു പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി ത്യാഗിയായ ശിബി മറക്കാനാവാത്ത ഓർമ്മയാണ്. എന്താണ്? ആ കേവലം ഒരു പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി ത്യാഗിയായ ശിബി മറക്കാനാവാത്ത ഓർമ്മയാണ്. ശിബി മഹാരാജാവിന്റെ കഥ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളെ അറിയാമോ? ശിബി മഹാരാജാവ് വളരെ ദാനധർമ്മിയായിരുന്നു. ആരെന്ത് ചോദിച്ചാലും മഹാരാജാവ് കൊടുക്കും. അപ്പോഴെന്താണ്? ആ ഒരു ദിവസം എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ദേവലോകത്ത് നിന്ന് വന്ന ഒരു ദേവനായിരുന്നു കേട്ടോ. ഒരു പരുന്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, എനിക്ക് വിശക്കുന്നു, എനിക്ക് കുറച്ച് ഭക്ഷണം വേണമെന്ന് പറയും. എന്താണ്? എന്തോ ഒരു തൂക്കം പറഞ്ഞു, എത്രയോ ഗ്രാം ഭക്ഷണം പറഞ്ഞു. അപ്പോഴെന്താണ്? അത്രയും ഇറച്ചിയാണ് വേണ്ടുന്നത്. അപ്പോഴവിടെ ഇരിക്കുന്ന ആ കൊട്ടാരത്തിലുള്ള ഇറച്ചികൾ എല്ലാം എടുത്തു കൊടുത്തു. അപ്പോഴെന്താണ്? ആ പറഞ്ഞ ഗ്രാം തൂക്കം ആ ത്രാസിനകത്ത് തൂങ്ങുന്നില്ല. അവസാനം ശിബി മഹാരാജാവ് എന്ത് ചെയ്തു?
അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ തുടയിൽ നിന്നുള്ള മാംസം കണ്ടിച്ച് വെച്ച് തൂക്കി, അദ്ദേഹത്തിൻ്റെ മാംസം കണ്ടിച്ച് വെച്ച് തൂക്കി ആ പറഞ്ഞ അത്രയും ഭാരമുള്ള ഇറച്ചി ആ പരുന്തിന് കൊടുത്തു. അതാണ് ശിബി മഹാരാജാവിൻ്റെ കഥ. നോക്കി, ഇപ്പോഴെന്താണ്, കേവലം ഒരു പ്രാവിനെ രക്ഷിക്കുന്ന, ആ പ്രാവിന് പകരം പ്രാവിൻ്റെ അതേ തൂക്കത്തിലുള്ള ഇറച്ചിയാണ് പകരം കൊടുക്കേണ്ടത്. ആരാണ് ആ പരുന്ത് ഓടിച്ചു കൊണ്ടുവന്ന പ്രാവിൻ്റെ അതേ തൂക്കത്തിലുള്ള ഇറച്ചി അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നിന്ന് കൊടുക്കാൻ തയ്യാറായി. പക്ഷേ എന്താണ്, ആ പ്രാവിൻ്റെ വെയിറ്റ് കൂടുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മാംസമെല്ലാം മുറിച്ച് കൊടുക്കുകയാണ്. കേവലം ഒരു പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി ത്യാഗിയായ ശിബി മറക്കാനാവാത്ത ഓർമ്മയാണ്. ത്യാഗം എന്നത് ബലിയാണ്. ആ ത്യാഗം എന്ന് പറയുന്നത് എന്താണ്, ബലിയാണ്. എങ്കിൽ മഹാത്യാഗം മഹാബലിയാണ്. അപ്പോൾ ത്യാഗം എന്നത് എന്താണ്, ബലിയാണ്. അപ്പോഴാ മഹാത്യാഗം എന്ന് പറയുന്നത് എന്താണ്, മഹാബലിയാണ്. അന്യൻ്റെ ദുഃഖം നമ്മുടേത് കൂടിയാണെന്ന തിരിച്ചറിവോടെ പങ്കുചേരുക. അപ്പോഴാ മറ്റുള്ള ആളുകളുടെ ദുഃഖം, അന്യൻ്റെ ദുഃഖം നമ്മുടേത് കൂടിയാണെന്ന തിരിച്ചറിവോടെ പങ്കുചേരുക. മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ കൂടിയാണ് എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി പങ്കുചേരുക. സുഖത്തിൻ്റെ പങ്കുചേരലിൽ നീണ്ട നിര തന്നെ ഒപ്പം ഉണ്ടാകും. എന്താണ്, ആ സുഖത്തിൻ്റെ പങ്കുചേരലിൽ നീണ്ട നിര തന്നെ ഒപ്പം ഉണ്ടാകും. ദുഃഖത്തിൻ്റെ നടവഴിയിൽ നാം ഏകരായിരിക്കും. ആ ദുഃഖത്തിൻ്റെ നടവഴി, നമ്മൾ ദുഃഖത്തിൻ്റെ ഇടയിലൂടെ പോകുമ്പോഴാണ് നമുക്കൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ സമാധാനിപ്പിക്കാനൊന്നും ആരും കാണത്തില്ല, അല്ലേ? എപ്പോഴും നമുക്ക് സന്തോഷമായിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നതാണ്, നമ്മുടെ കൂടെ ചിരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കാണും. അതേസമയം നമുക്കൊരു സങ്കടം വന്ന് നമ്മൾ കരയുകയാണെങ്കിലോ നമ്മളുടെ കൂടെ കരയാൻ ആരും കാണത്തില്ല. അതൊരു പ്രകൃതി തത്വമാണ്, പ്രകൃതി നിയമമാണ്, അതല്ലേ? നോക്കിയേ, അന്യൻ്റെ ദുഃഖം നമ്മുടേത് കൂടിയാണെന്നുള്ള തിരിച്ചറിവോടെ പങ്കുചേരുക. സുഖത്തിൻ്റെ പങ്കുചേരലിൽ നീണ്ട നിര തന്നെ ഒപ്പം ഉണ്ടാകും. ദുഃഖത്തിൻ്റെ നടവഴിയിൽ നാം ഏകരായിരിക്കും. ആ ഒരു ദുഃഖത്തിൻ്റെ നടവഴിയിൽ എന്താണ്, നാം ഏകരായിരിക്കും. അതുകൊണ്ട് എന്താണ് വേണ്ടത്, എപ്പോഴും കൂടെ ഇരിക്കുക. സഹോദരൻ്റെ സുഖത്തിലും ദുഃഖത്തിലും സഹയാത്രികരാവുക. അത് ത്യാഗമാണ്, മഹാബലിയാണ്. അവിടെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണശോഭയിൽ വിടർന്ന് പ്രകാശം പരത്തും. അവിടെ എന്താണ്, മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണശോഭയിൽ വിടർന്ന് പ്രകാശം പരത്തും. അപ്പോൾ നമ്മുടെ പ്രഭാതവും പൊട്ടിവിടരും. അപ്പോഴെന്താണ്, നമ്മുടെ പ്രഭാതവും എപ്പോഴാണ് പൊട്ടിവിടരുന്നത്? നോക്കിക്കേ, എപ്പോഴാണ് പറഞ്ഞത്, മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണശോഭയിൽ വിടർന്ന് പ്രകാശം പരത്തും. അപ്പോഴാണ് നമ്മുടെ പ്രഭാതവും പൊട്ടിവിടരുക. അങ്ങനെ നാം ഈശ്വര വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നവരാകും. ആ സമയത്ത് നമ്മൾ ഈശ്വരൻ്റെ വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നവരാകുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ നോക്കിക്കേ, എന്താണ്, എപ്പോഴാണ് പ്രഭാതം പൊട്ടിവിടരുന്നത് എന്ന് നോക്കിക്കേ. കണ്ടോ, അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടോ? എപ്പോഴാണ് പ്രഭാതം പൊട്ടിവിടരുന്നത്? എന്താണ്, നമ്മുടെ കൂടെയുള്ള ആ സഹോദരൻ്റെ ദുഃഖം നമ്മൾ പങ്കിടുമ്പോൾ, സഹോദരൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് നമ്മൾ അവരുടെ സന്തോഷത്തിൽ ചേരുന്നതിനോടൊപ്പം അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു നമ്മളുടെ പ്രഭാതം പൊട്ടിവിടരുന്നത്. നല്ലൊരു കഥയല്ലേ മക്കളെ? ഒന്നുകൂടി വായിക്കുന്നത് ശ്രദ്ധിച്ചേ. കുട്ടികളിൽ കൗതുകം ജനിപ്പിക്കുന്നതോടൊപ്പം സന്മാർഗ ചിന്തയും വിജ്ഞാനവും പകരുന്ന ഒട്ടേറെ കഥകൾ എല്ലാ നാട്ടിലും പ്രചാരത്തിലുണ്ട്. ജാതക കഥകൾ, പഞ്ചതന്ത്ര കഥകൾ, ഹോജ കഥകൾ, തെന്നാലിരാമൻ കഥകൾ, സെൻ കഥകൾ, 1001 രാവുകൾ, ഐതിഹ്യ കഥകൾ എന്നിങ്ങനെ ഒട്ടേറെ കഥകൾ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണശോഭയിൽ പ്രകാശം പരത്തുമ്പോഴാണ് നമ്മുടെ പ്രഭാതം പൊട്ടിവിടരുന്നതെന്ന സത്യം ശിഷ്യനെ സെൻഗുരു ബോധ്യപ്പെടുത്തുന്നു. സെൻഗുരു നടക്കാനിറങ്ങി. ശിഷ്യന്മാരും ഒപ്പം കൂടി. മൗനം തീർത്ത ധ്യാന വഴികൾ. പാതയേറെ പിന്നിട്ടപ്പോൾ ഗുരുവൊന്നു തിരിഞ്ഞു. ശിഷ്യന്മാരോട് ചോദ്യം: എപ്പോഴാണ് പുലരിയാവുന്നത്? ചോദ്യത്തിൻ്റെ കാഠിന്യമോ അതോ നിസ്സഹായതയോ ശിഷ്യന്മാരുടെ മിഴികൾ തമ്മിൽ ഉടക്കി. പെട്ടെന്ന് അവരിൽ ഒരു ശിഷ്യന്റെ മിഴികളിൽ പ്രകാശത്തിൻ്റെ കനൽ തെളിഞ്ഞു. അയാൾ ഉത്സാഹത്തോടെ ഒഴിഞ്ഞു: ആടിനെ പട്ടിയിൽ നിന്നും വേർതിരിച്ചറിയാൻ കാലമാകുമ്പോൾ. ശിഷ്യന്റെ മറുപടി കേട്ടിട്ടും തെളിയാത്ത ഗുരുമുഖം മറ്റൊരുത്തരം തേടി.
ആ സമയം മറ്റൊരു ശിഷ്യൻ മെല്ലെ പറഞ്ഞു, വെള്ളരിക്കയെ കുമ്പളങ്ങയിൽ നിന്നും വേർതിരിച്ചറിയാൻ മാത്രം തെളിച്ചമുണ്ടാകുമ്പോൾ. ബാക്കി നോക്കിയപ്പോൾ അടുത്ത പേര് ശ്രദ്ധിച്ചേ. ആ ഉത്തരവ് ഗുരുവിനെ തൃപ്തനാക്കിയില്ല. വീണ്ടും തുടർന്ന നിശബ്ദതയെ ഭേദിച്ച് മറ്റൊരു ശിഷ്യന്റെ ഉത്തരം വന്നു. സൂചിയും മുട്ടുസൂചിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുമ്പോൾ. കൂടുതൽ പണ്ഡിത വചനങ്ങളെ സ്വാഗതം ചെയ്യാതെ സെങ്കുരു ഒഴിഞ്ഞു. അടുത്തു നിൽക്കുന്ന വ്യക്തിയുടെ കണ്ണുകളിൽ നോക്കി ആത്മാർത്ഥമായി സഹോദര, സഹോദരി എന്ന് വിളിക്കാൻ നിന്റെ കണ്ണുകളിൽ വെളിച്ചം ഉണ്ടാകുമ്പോൾ നിന്റെ പ്രഭാതം ഉദിച്ചു എന്നറിയുക. ഗുരുവും ശിഷ്യരും യാത്ര തുടർന്നു. അവർക്കിടയിൽ പിന്നെയും അർത്ഥഗർഭമായ മൗനം അകമ്പടിയായി. എപ്പോഴാണ് പുലരിയാകുന്നത്? സെൻഗുരുവിൻ്റെ ചോദ്യം വീണ്ടും മൗനമായി ചോദിക്കാം, നമ്മോട് തന്നെ. ഗുരു പറഞ്ഞ ഉത്തരം നമുക്ക് ഇണങ്ങുമോ? സമീപത്തുള്ള സഹോദരനെ കാണാൻ കണ്ണുകളിൽ വെളിച്ചമില്ലാത്തവന് ദൈവദർശനം അസാധ്യമാണെന്നല്ലേ ഗുരുമൊഴിയുടെ സാരം? അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോ കരൂപനാം ഈശ്വരൻ ദൃശ്യനായതിൽ എന്താശ്ചര്യം എന്നല്ലേ കവിവചനം. എങ്കിൽ സഹോദര, ഈശ്വര വഴിയിലേക്ക് നിനക്കിനി എത്ര ദൂരമുണ്ട്? മഹാബലിയും സുഭിക്ഷമായ രാജ്യവും മാനവ മനസ്സിൻ്റെ സ്വപ്നമാണ്. ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയില്ലേ? കഴിയും. ഓരോ വ്യക്തിയും എനിക്ക് സ്വന്തം സഹോദരനാണെന്ന് തിരിച്ചറിയാനാകുമ്പോൾ. ഒരിക്കൽ ഗീതയുടെ അർത്ഥമെന്തെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു ശിഷ്യൻ ചോദിച്ചു. ഗുരു പറഞ്ഞു, ആ പദം തിരിച്ചിട്ടാൽ മതി. ത്യാഗി എന്നതിന് ത്യാഗം എന്നർത്ഥം. ഭാരത സംസ്കാരം ഉദ്ഘോഷിക്കുന്നതും ത്യാഗത്തിൻ്റെ മഹത്വം തന്നെ. കേവലം ഒരു പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി ത്യാഗിയായ ശിബി മറക്കാനാവാത്ത ഓർമ്മയാണ്. ത്യാഗമെന്നത് ബലിയാണ്. എങ്കിൽ മഹാത്യാഗം മഹാബലിയാണ്. ഓക്കെ, ത്യാഗം എന്നത് എന്താണ്? ബലിയാണ്. അപ്പോൾ മഹാത്യാഗം എന്ന് പറയുന്നത് എന്താണ്? മഹാബലിയാണ്. അന്യന്റെ ദുഃഖം നമ്മുടേത് കൂടിയാണെന്ന തിരിച്ചറിവോടെ പങ്കുചേരുക. സുഖത്തിൻ്റെ പങ്കുചേരലിൽ നീണ്ട നിര തന്നെ ഒപ്പമുണ്ടാകും. ദുഃഖത്തിൻ്റെ നടവഴിയിൽ നാം ഏകരായിരിക്കും. അതുകൊണ്ട് എന്താണ് വേണ്ടത്? എപ്പോഴും കൂടെയിരിക്കുക. സഹോദരൻ്റെ സുഖത്തിലും ദുഃഖത്തിലും സഹയാത്രികനാവുക. അതാണ് ത്യാഗമാണ്, മഹാബലിയാണ്. അവിടെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണ ശോഭയിൽ വിടർന്ന് പ്രകാശം പരത്തും. അപ്പോൾ നമ്മുടെ പ്രഭാതവും പൊട്ടിവിടരും. അങ്ങനെ നാം ഈശ്വര വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നവരായിരിക്കും. നോക്കിയേ, ഇനി നോക്കിയാൽ നമ്മൾ നന്നായിട്ട് വായിച്ചു നമ്മുടെ ഈ പാഠഭാഗം കേട്ടോ. നമുക്ക് എന്താണ് അർത്ഥം എഴുതുക? ശ്രദ്ധിച്ചേ മക്കളെ. മൗനം, നിശബ്ദ ഭാവത്തിനാണ് നമ്മൾ മൗനം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സംസാരിക്കാതിരിക്കുക. നമ്മൾ മിണ്ടാതെ ഇരിക്കുന്നത് മൗനമാണ്. അടുത്ത നോക്കിക്കേ, മൊഴിയുക. ഒഴിയുക എന്ന് വെച്ചാൽ എന്താണ്? പറയുക. മൗനം ഭേദിക്കുക, മൗനം അവസാനിപ്പിക്കുക. പണ്ഡിത വചനം, അറിവുള്ളവരുടെ വാക്ക്. ഇണങ്ങുക, യോജിക്കുക. അസാധ്യം, സാധിക്കാത്തത്. സാരം, അർത്ഥം. അക്ഷി, കണ്ണ്. അരൂപൻ, രൂപമില്ലാത്തവൻ. അദൃശ്യൻ, ദൃശ്യമല്ലാത്തവൻ, കാണപ്പെടാത്തവൻ. സുഭിക്ഷം, സമൃദ്ധം എന്ന് വെച്ചാൽ ധാരാളമുള്ള അവസ്ഥയാണ് സുഭിക്ഷം. ഉദ്ഘോഷിക്കുക, ഉറക്കെ പറയുക. ത്യജിക്കുക, ഉപേക്ഷിക്കുക. അപരൻ, അന്യൻ. സഹയാത്രികൻ, കൂടെ യാത്ര ചെയ്യുന്നവൻ. നോക്കിയ സമാനാർത്ഥ പദങ്ങൾ നോക്കിയ നിങ്ങളെ. പുലരി, ഉഷസ്, പ്രഭാതം. മിഴി, കണ്ണ്, നയനം, അക്ഷി. ഗുരു, ആചാര്യൻ, അധ്യാപകൻ. അടുത്ത നോക്കിക്കേ, വിപരീത പദം നോക്കിക്കേ. തൃപ്തി, അതൃപ്തി. സാധ്യം, അസാധ്യം. മൗനം, വാചാലം. നോക്കിയേ, വാക്യത്തിൽ പ്രയോഗിക്കാനുള്ള നോക്കിക്കേ. മുഖം തിരിക്കാറില്ല. മുഖം തിരിക്കാറില്ല. എന്താണ്? നല്ല ഭരണകർത്താക്കൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും മുഖം തിരിക്കാറില്ല. നല്ല ഭരണകർത്താക്കൾ എന്താണ്?
ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിക്കാറില്ല. അടുത്ത നോക്കിക്കേ, സഹയാത്രികൻ. സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ സഹയാത്രികരായ ഒട്ടേറെ നേതാക്കൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. എന്താണ് ആ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് ഗാന്ധിജിയുടെ സഹയാത്രികരായിട്ടുള്ള ഒട്ടേറെ നേതാക്കൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. നമുക്കുള്ള സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ മഹാത്മാഗാന്ധിക്ക് വഹിച്ച പങ്ക് ഒരുപാട് കൂടുതലല്ലേ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ സഹയാത്രികരായിട്ട് ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത നോക്കിക്കേ, മാതൃക നോക്കി എഴുതുകയാണ്. മനം മാനം, തടി താടി, നന്ദി നാന്തി. നമ്മൾ നാന്തി കുറിക്കുക എന്ന് പറയത്തില്ല, ആരംഭം കുറിക്കുക എന്നുള്ള അർത്ഥമാണ്. കലം കാലം, വനം വാനം. പിന്നെ അതുപോലെയുള്ള വേറെ കുറച്ച് വേർഡ്സ് കൂടെ ഉണ്ടല്ലോ. എന്താണ് പടം പാടം, മല മാല. നമ്മൾ പണ്ട് 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? പനി പാനി, കള കാള, ജലം ജാലം അല്ലേ? ദീർഘവിട്ട് വരുന്ന വാക്കുകളാണ്. പിന്നെ നോക്കിയാൽ മക്കളെ, അടുത്ത ഉത്തരം എഴുതുകയാണെന്നുള്ളതാണ്. സെൻഗുരുവിന്റെ ചോദ്യത്തിന് ശിഷ്യരുടെ മറുപടി എന്തൊക്കെയായിരുന്നു? എപ്പോഴാണ് പുലരിയാകുന്നതെന്ന ഗുരുവിന്റെ ചോദ്യത്തിന് വ്യത്യസ്ത ഉത്തരങ്ങളാണ് ശിഷ്യന്മാർ പറഞ്ഞത്. ആടിനെ പട്ടിയിൽ നിന്നും വേർതിരിച്ചറിയാൻ കാലമാകുമ്പോഴെന്ന് ഒരു ശിഷ്യൻ മൊഴിഞ്ഞപ്പോൾ, വെള്ളരിക്കയെ കുമ്പളങ്ങയിൽ നിന്നും വേർതിരിച്ചറിയാൻ മാത്രം തെളിച്ചമുണ്ടാകുമ്പോൾ എന്നായിരുന്നു അടുത്ത ശിഷ്യന്റെ ഉത്തരം. സൂചിയും മുട്ടുസൂചിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുമ്പോൾ എന്നായിരുന്നു 3ാമത്തെ ശിഷ്യന്റെ മറുപടി. ഈ ഉത്തരങ്ങളിലൊന്നും ഗുരു തൃപ്തനായില്ല. അടുത്ത ചോദ്യം നോക്കിക്കേ, പ്രഭാതം ഉദിക്കുന്നത് എപ്പോഴാണെന്നാണ് ഗുരു ശിഷ്യരോട് പറഞ്ഞത്? അടുത്തു നിൽക്കുന്ന വ്യക്തിയുടെ കണ്ണുകളിൽ നോക്കി ആത്മാർത്ഥമായി സഹോദര സഹോദരി എന്ന് വിളിക്കാൻ മാത്രം നിന്റെ കണ്ണുകളിൽ വെളിച്ചമുണ്ടാകുമ്പോൾ നിന്റെ പ്രഭാതം ഉദിച്ചു എന്നറിയുകയായിരുന്നു ഗുരുവിന്റെ മറുപടി. അടുത്ത ചോദ്യം നോക്കിക്കേ, ഗുരുവിന്റെ മറുപടിയും കവിവചനത്തിന്റെ പൊരുളും ഒന്ന് തന്നെയാണോ? വിശകലനം ചെയ്യുക. അടുത്തു നിൽക്കുന്നവന്റെ കണ്ണുകളിൽ നോക്കി സഹോദര എന്ന് വിളിക്കാൻ മാത്രം നിന്റെ കണ്ണുകളിൽ തെളിച്ചമുണ്ടാകുമ്പോൾ നിന്റെ പ്രഭാതം ഉദിക്കുന്നത് എന്ന ഗുരുവചനത്തിൻ്റെയും അടുത്തു നിൽക്കുന്ന സഹോദരനെ കാണാൻ കണ്ണുകളില്ലാത്തവർക്ക് എങ്ങനെ രൂപമില്ലാത്ത ഈശ്വരനെ കാണാൻ കഴിയും എന്ന കവിവചനത്തിൻ്റെയും പൊരുൾ ഒന്ന് തന്നെയാണ്. എല്ലാ മനുഷ്യരെയും സഹോദരരായി കാണാനും സ്നേഹിക്കുവാനും കഴിയണമെന്ന ആശയമാണ് ഗുരുവചനത്തിലും കവിവാക്യത്തിലും കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം നോക്കിയപ്പോഴേ, നമ്മുടെ പ്രഭാതം ഉദിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അന്യരുടെ ദുഃഖം നമ്മുടേത് കൂടിയാണെന്ന തിരിച്ചറിവോടെ അതിൽ പങ്കുചേരണം. ഒരാളുടെ സുഖത്തിൽ പങ്കുചേരാൻ ഒട്ടേറെ പേർ ഉണ്ടാകും, എന്നാൽ ദുഃഖത്തിൽ പങ്കുചേരാൻ ആരും ഉണ്ടാകുകയില്ല. സഹോദരന്റെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേരാൻ കഴിയണം. എപ്പോഴും കൂടെ ഉണ്ടാകണം. അതൊരു ത്യാഗമാണ്. ആ ത്യാഗത്തിന് മനുഷ്യത്വം അതിൻ്റെ അപ്പോഴെന്താണ് ആ ത്യാഗത്തിലാണ് മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണശോഭയോടെ വിടർന്ന് പ്രകാശം പരത്തുന്നത്. അപ്പോഴാണ് നമ്മുടെ പ്രഭാതം പൊട്ടിവിടരുന്നത്. അടുത്ത ചോദ്യം കൂടെ നോക്കിയാൽ മക്കളെ, ഭാരതീയ സംസ്കാരം ഉദ്ഘോഷിക്കുന്നത് എന്താണ്? നോക്കിയേ, ഗീതയുടെ അർത്ഥം ത്യാഗമാണെന്നും ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയുന്നു. ഗീതയുടെ അർത്ഥം ത്യാഗമാണെന്ന് ആരാണ് പറയുന്നത്? ശ്രീരാമകൃഷ്ണ പരമഹംസനാണ് പറയുന്നത്. ത്യാഗമാണ് മോക്ഷത്തിലേക്കുള്ള വഴി. ഭാരത സംസ്കാരം ഉദ്ഘോഷിക്കുന്നതും ത്യാഗത്തിന്റെ മഹത്വമാണ്. കേവലം ഒരു പ്രാവിനെ രക്ഷിക്കുവാൻ വേണ്ടി ത്യാഗിയായ ശിബിയുടെ കഥ ത്യാഗത്തിന്റെ മറക്കാനാവാത്ത ഓർമ്മയാണ്. ത്യാഗം ബലിയാണ്, മഹാത്യാഗം മഹാബലിയാണ്. ത്യാഗത്തിലൂടെ ഈശ്വര വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കാനാവും എന്നാണ് ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നത്. ഓക്കെ മക്കളെ, പിന്നെ എന്താണ്, ഒരു മഹാബലിയുടെ കഥ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളത് തന്നെ ഒന്ന് എഴുതാൻ നോക്കൂ. പറ്റിയില്ലെങ്കിൽ മാഡം നോട്ടിനകത്ത് തരാം. ഓക്കെ മക്കളെ, നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ചു നോക്കുക, നന്നായിട്ട് വായിച്ചു പഠിക്കുക, നോട്ട്സ് അപ്പോൾ തന്നെ എഴുതുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.